ഹായ്. ഇന്ന് പല്ല് കേട് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ രാവിലെ വൈകിട്ടും ബ്രഷ് ചെയ്യാറുണ്ട്. അങ്ങനെ ബ്രഷ് ചെയ്താൽ മാത്രം പോരാ, ഡെൻ്റൽ ഫ്ലോസും നമ്മൾ ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഇടകളൊന്നും വൃത്തിയാകത്തില്ല. അന്നേരം അതിന് നമ്മൾ ഡെൻ്റൽ ഫ്ലോസ് തന്നെ ഉപയോഗിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഇങ്ങനെ വിരൽ ചുറ്റിക്കൊണ്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മോണയിലൊന്നും മുറിവ് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മോണയ്ക്ക് വല്ലതും കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കവിൾക്കൊള്ളാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ചിലവർക്കൊക്കെ നിരതെറ്റിയ പല്ലുകളായിരിക്കും. ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പല്ലുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻ്റർഡെൻ്റൽ ബ്രഷ് എന്ന് പറഞ്ഞാൽ ആ പല്ലിൻ്റെ അങ്ങനെയുള്ള പല്ലുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇൻ്റർഡെൻ്റൽ ബ്രഷസ് അവൈലബിൾ ആണ്. അന്നേരം അത് ഉപയോഗിച്ച് പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പല്ലിലൊക്കെ ഡീപ്പായിട്ടുള്ള ഗ്രൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ വര പോലെ കാണത്തില്ല നമ്മുടെ പല്ലിൽ, അതൊക്കെ ഒത്തിരി ഡീപ്പാണെങ്കിൽ നമുക്ക് അവിടെ ഫുഡ് കയറി ഇരുന്നിട്ട് പല്ല് കേടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അന്നേരം അങ്ങനത്തെ അത് നമുക്ക് പിറ്റ് ആൻഡ് ഫിഷർ സീലിൻ്റെ എന്നൊക്കെ പറഞ്ഞ് മെറ്റീരിയൽ വെച്ചിട്ട് അത് അടയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ബ്രൗൺ കളറിൽ ബ്ലാക്ക് കളറിൽ ഡിസ്കളറേഷനൊക്കെ ആ ഗ്രൂവിലൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അത് അടച്ചു വെക്കാനായിട്ട്, അത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അത് പിന്നീട് ഡീപ്പാകാതെ നമ്മൾ വലിയ വലിയ കേടുകളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്, 6 മാസം കൂടുമ്പോൾ നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ആ സമയത്ത് തന്നെ ഡെൻ്റൽ ഡോക്ടർ നോക്കുമല്ലോ നിങ്ങളുടെ പല്ലിൽ എന്തെങ്കിലും കേടുണ്ടോ. നമുക്കിപ്പം നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ കാണത്തില്ല, പല്ലിൻ്റെ ഇടകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണണം എന്നില്ല. അന്നേരം ഒരു ഡെൻറ്റിസ്റ്റ് അത് നോക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അത് അന്നേരം തന്നെ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് പല്ല് വേദന ആ വേദനയൊന്നും വരാതെ അത് തടയാനായിട്ട് ശ്രദ്ധിക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അടുത്തൊരു വീഡിയോയിൽ വേറൊരു നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു.